അങ്ങനെ രാവിലെ തന്നെ ഇതാ ഞാൻ ഒരു യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. വേറെ ഒരിടത്തേക്കുമല്ല, എൻ്റെ 2 കുട്ടികളുടെയും സ്കൂളിലേക്കാണ് കേട്ടോ. അഡ്മിഷൻ എടുക്കേണ്ട ദിവസമായി. അയ്യോ, നമ്മുടെ പിന്നെ നോക്കി നിൽക്കുകയാണ്, അവനെയും കൊണ്ടുപോകുന്നു. എന്തായാലും നിന്നെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ചേട്ടൻ രാവിലെ 8:30 ജോലിക്ക് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ച നേരെ അതിൽ കൂടിയും കയറിപ്പോവാം. അല്ലെങ്കിൽ ഞാൻ ഇനി നടന്ന് ബസ് കയറി. അയ്യോ വയ്യ. ഈ സഞ്ചി ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് റേഷൻ കടയിലും ഇറങ്ങണം. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിറയെ അറിയേണ്ട ആളായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൈക്കിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അയ്യോ അടിപൊളിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ കോൺവെൻറ്റിലെത്തിയിട്ടുണ്ട്. കോൺവെൻറ്റാണ് കേട്ടോ, സിസ്റ്റർമാർ നടത്തുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള ഭംഗി ഈ സ്കൂളിലുണ്ട്, കണ്ടില്ലേ? പപ്പങ്ങ, പല പല മരങ്ങൾ, വാഴ, കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കണ്ടോ. വിശാലമായിട്ട് പിള്ളേർക്ക് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ നന്നായിട്ട് സ്ഥലമുണ്ട്. അങ്ങനെ അവിടുത്തെ ചിത്രങ്ങളും മരങ്ങളും വീഡിയോകളും ഒക്കെ അങ്ങ് പകർത്തി അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബാക്കി സ്കൂളുകളെ അപേക്ഷിച്ച് ഇവിടെ ഫീസ് കുറച്ച് കുറവാണ് കേട്ടോ. ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് കുറച്ച് പൈസയാകും. അത് കഴിഞ്ഞാൽ പിന്നെ കുറവാണ് കേട്ടോ. മാസം 650 രൂപയേ ഉള്ളൂ മാസം ഫീസ്. അതുകൊണ്ടാണ് പിന്നെ അവരെ ഇവിടെ ആക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് വല്ല വേറെ പൈസയൊന്നും അങ്ങനെ ഇവിടെ ആവില്ല. മാസം ഫീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പെയിൻ്റ് അടിയൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഒരു വീഡിയോ പിടുത്തം. എനിക്കിതിനൊക്കെ ധൈര്യമുണ്ടോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഞാനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ. എന്തായാലും സിസ്റ്റർമാരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെയാണ് വന്നത്. ഒരു 9-9:15 ആകുമ്പോൾ വരാനാണ് മെസ്സേജ് ഇട്ടിരുന്നത്. ഞാൻ നേരത്തെ ഇനി കയറി വന്നേയില്ലേ. ഇനി കുറച്ച് നേരം പോസ്റ്റ് ആവേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സ്കൂളിലെ, കണ്ടില്ലേ, പാർക്കെന്ന് പറയാം കേട്ടോ. സൂപ്പർ, നല്ല ഭംഗിയല്ലേ? നിരക്കൊന്നൊന്നുമല്ല, കണ്ടില്ലേ? 1 2 3 4 5 നിരക്കാണ്. 4 തോന്നുന്നു. എന്തായാലും അടിപൊളി. ഇതിൻ്റെ പേരൊന്നും പറഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഞരക്ക്, ഇത് കറക്ക്, പിന്നെ ഊഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഞാൻ കട്ട പോസ്റ്റായി. എന്തായാലും കട്ട പോസ്റ്റല്ലേ, നമുക്ക് ഇവിടത്തേക്ക് അങ്ങ് വീഡിയോ എടുത്തിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നുണ്ട്. ചുറ്റുപാട് ആരെങ്കിലും നോക്കിയാലോ, ഇനി തനിയെ ഇരുന്ന് ഫോൺ നോക്കി സംസാരിക്കുമ്പോൾ എനിക്കിനി വട്ടാണെന്നൊക്കെ പറഞ്ഞാലോ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, വാഴ കൊലയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, സൂപ്പർ സെറ്റപ്പ്. എന്തായാലും ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ, അങ്ങനെ എന്തായാലും കുറച്ച് നേരമൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടും ഒക്കെ എടുത്ത് പിന്നെ വിചാരിച്ച് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് പോലെ ഒന്ന് ആക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പം നോക്കിക്കോളൂ, എൻ്റെ ആക്റ്റാണ് എടുത്തുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ഭയങ്കര തകൃതിയായിട്ട് സംസാരിക്കുന്നത് പോലൊക്കെ ഇപ്പം ഞാനൊരു ആക്ടുണ്ട് കേട്ടോ. എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. എന്തോ സംസാരിച്ചു, എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ വന്നു. ടീച്ചർ പറഞ്ഞു എന്തായാലും നേരത്തെ ഇല്ല വന്നാൽ കുറച്ച് നേരം കയറി ഇരുന്നോളാൻ പറഞ്ഞെന്ന് വെച്ചാൽ പ്രിൻസിപ്പാളൊന്നും വന്നില്ല. ഇതാണ് ക്ലാസ് റൂം കേട്ടോ, UKGയുടെ ക്ലാസ് റൂമാണ്. സൂപ്പറല്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ബുക്കും ടെസ്റ്റുമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോസും ഒന്നും എനിക്ക് പോകുന്നതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,